ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓണമൊക്കെ വരാനായില്ലേ? ഇനി സദ്യയൊക്കെ എല്ലാവരും ഉണ്ടാക്കാനായിട്ട് നോക്കൂ. ഈ ഒരു ഓണക്കാലം വരുമ്പോഴാണ് സദ്യയൊക്കെ കഴിക്കണം എന്നുള്ള ഓർമ്മയൊക്കെ എല്ലാവർക്കും ഉണ്ടാവുക. അപ്പോൾ ഇതാ അതിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കൂട്ടുകറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അതിലേക്ക് ഇതാ എല്ലാം തന്നെ ഓരോ കപ്പ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് കടല കുതിർത്തത്, 8 മണിക്കൂർ കുതിർത്തതാണ് ഈ ഒരു കടല. 1 കപ്പ് ചേന, 1 കപ്പ് പച്ചക്കായ. കടല ഇതാ കുതിർത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു മുള വന്നതുപോലെ കാണുന്നില്ലേ, അതുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇതാ 8 മണിക്കൂർ കുതിർത്ത് വെച്ച കടല ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ കടല മുങ്ങിക്കിടക്കാൻ വിധത്തിൽ വെള്ളം കൂടി ഒന്നൊഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുക. നിങ്ങൾക്ക് കടല വേവുന്നതിന് ആവശ്യത്തിന് എത്ര വിസിലാണോ ആവശ്യം അതൊന്ന് നോക്കിയിട്ട് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 5 വിസിലൊക്കെ വേണ്ടി വരും. കടലയൊന്ന് ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വേവായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പച്ചക്കായും ചേനയും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഈ ഒരു ടൈമിൽ. എന്നിട്ടിതാ ഇത് വീണ്ടും ഒന്ന് നല്ല പോലെ തന്നെ വേവിച്ചെടുക്കുക. മുളക് പൊടി ഇട്ട് കൊടുത്താൽ ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് അവിടെ വേവിക്കുന്ന ഒരു ടൈമിൽ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം എന്നിവ ചേർത്ത് കൊടുക്കുക. അത് രണ്ടും ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ 3 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തു. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 2.5 കപ്പ് തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പച്ചക്കായും ചേനയും ഒന്നും ഈ ഒരു അളവിൽ എടുക്കുന്നില്ലെങ്കിൽ തേങ്ങയുടെ അളവും കുറച്ച് എടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ തന്നെ വറുത്തെടുക്കണം. തേങ്ങ നല്ല ഗോൾഡ് ബ്രൗൺ കളറാകുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഫ്ലെയിം കൂട്ടിക്കൊടുത്ത് ഇത് പെട്ടെന്ന് വറുത്തെടുക്കാമെന്ന് ആരും വിചാരിക്കണ്ട. എന്തായാലും ടേസ്റ്റ് മാറും. കരിഞ്ഞ ആ ഒരു സ്മെല്ലൊക്കെ നമ്മുടെ കൂട്ടുകറിക്ക് ആയിപ്പോവും. അതുകൊണ്ട് തന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ വറുത്തെടുക്കുക. ഈ ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് 1/3 ഭാഗം എടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ബാക്കി എന്നിട്ട് വീണ്ടും കുറച്ചുകൂടി കളർ ചേഞ്ച് ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. ഈ മാറ്റിയെടുത്തത് നമ്മൾക്ക് അരച്ചെടുക്കാനുള്ളതാണ്. നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണം. അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ബാക്കിയുള്ളത് ഇതാ ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതൊന്നവിടെ തണുക്കാനല്ല, ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതാ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും കടലയും ബാക്കിയുള്ള ഐറ്റംസും വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കുക്കറിൻ്റെ ടോപ്പ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ അരച്ചത് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് റെഡിയാക്കിയെടുത്തത്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ല പോലെ തിളപ്പിച്ചെടുക്കുക. ഇതൊന്ന് തിളച്ച് നമ്മുടെ വറുത്തെടുത്ത ആ ഒരു തേങ്ങയും കൂടി ഇടുമ്പോഴത്തേക്കും നല്ല കറക്റ്റ് തിക്നെസ് തന്നെ ആയി കിട്ടും. ഇനി ഇതാ ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു വറുത്ത തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി മുഴുവനായിട്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ കറക്റ്റ് തിക്കായിട്ടുണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടിപ്പോയാൽ പ്രശ്നമൊന്നുമില്ല. അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് ആയിക്കൊള്ളും. ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ ഇട്ട് കൊടുത്ത ഉപ്പ് കറക്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ സദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു റെസിപ്പി തന്നെയാണിത്. അതിവിടെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്.
എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം തന്നെയായിരിക്കുമല്ലേ കൂട്ടുകറി. അപ്പോൾ ബാക്കിയുള്ള ഓരോ റെസിപ്പീസായിട്ടും ഞാൻ ഓരോ വീഡിയോസിൽ വരും. ഇന്നത്തെ വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട്. വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ.